അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാൻ വഴി ലോഡ് കണക്കിന് മയക്കുമരുന്ന് ഷിപ്പുകളിൽ തെക്കേ ഇന്ത്യയിൽ കൊണ്ടുതള്ളുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടൽ മാർഗം കടത്തിക്കൊണ്ടുവന്ന 1500 കോടി രൂപ വില വരുന്ന 220 കിലോഗ്രാം ഹെറോയിനുമായി 2 ബോട്ടുകളാണ് തീരസംരക്ഷണ സേനയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും ചേർന്ന് പിടികൂടിയത്. ലക്ഷദ്വീപിലെ അഗത്തി തീരം വഴി സംശയകരമായി നീങ്ങിയ 2 ബോട്ടുകളാണ് പിടികൂടിയത്. അതിലുണ്ടായിരുന്ന 20ഓളം തൊഴിലാളികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ബോട്ടിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്നത് കോടികൾ വിലമതിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണെന്ന അത്യന്തം ഞെട്ടലുളവാക്കുന്ന വിവരം പുറത്തു വന്നത്. ബോട്ടുകളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. 1 മാസത്തിനിടെ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ 4ാമത്തെ വൻ ലഹരി പിടിച്ചെടുക്കലാണ് ഇതെന്നുകൂടി അറിയുമ്പോൾ നാം ജീവിക്കുന്ന ഈ കൊച്ചു കേരളം ഇന്ന് എത്രയധികം സുരക്ഷിതവും നാശോന്മുഖവുമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഉൾക്കിടിലത്തോടെയല്ലാതെ ചിന്തിക്കുവാൻ പോലും കഴിയാത്തത്ര ഭീകരമായ അവസ്ഥ. മാതാപിതാക്കന്മാരുടെ വാർദ്ധക്യത്തിൽ താങ്ങും തണലുമായിരിക്കുമെന്ന് കരുതി അവർ വളർത്തിക്കൊണ്ടുവരുന്ന പുതിയ തലമുറകളുടെ ഭാവി അമ്പേ ഇരുളടഞ്ഞു പോകുന്ന വിധത്തിൽ അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം കേരളത്തിൽ മയക്കുമരുന്ന് ജിഹാദ് സജീവമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ആഴത്തിലുള്ള തെളിവല്ലേ? കേരളത്തിലെ യുവതലമുറയെ നശിപ്പിക്കുവാൻ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം പൈശാചിക പ്രവർത്തികൾ നടമാടുമ്പോൾ ഭരണാധിപന്മാരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും മനഃപൂർവ്വമായി ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ വസ്തുതകൾ മുൻകൂട്ടിയറിഞ്ഞ ക്രൈസ്തവ സഭകളും പ്രസ്ഥാനങ്ങളും ഈ ഭീകരതയ്ക്കെതിരായി ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അദ്ദേഹത്തെ ക്രൂശിൽ തറയ്ക്കാൻ ജിഹാദികളുടെ തടവറയിലായ ചില വാർത്താ മാധ്യമങ്ങളും ഇസ്ലാം ഭീകരരോട് പലപ്പോഴും മൃദു സമീപനം വെച്ച് പുലർത്തുന്ന ഭരണ നേതൃത്വവും മുമ്പോട്ട് വന്നത് മലയാളികൾ കണ്ടതാണ്. ഹൈക്കോടതി തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിൽ പാലാ ബിഷപ്പ് ഹൗസിലോട്ട് പിതാവിനെതിരെ കൊലവിളി പ്രകടനം നടത്തിയതും കേരള സമൂഹം കണ്ടതാണ്. അതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത ശക്തികൾ ആരായിരുന്നു? മയക്കുമരുന്ന് ഭീകരതയുടെ തേർവാഴ്ചയ്ക്ക് കേരളത്തെ അച്ചാരം വാങ്ങി ഒറ്റുകൊടുത്തത് ആർക്കു വേണ്ടിയായിരുന്നു? അന്ന് മിക്കവരും അത് അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. ഇന്ന് ചിലർക്കെങ്കിലും കല്ലറങ്ങാട്ട് പിതാവിന്റെ ദീർഘവീക്ഷണത്തെയും മുന്നറിയിപ്പിനെയും കുറ്റബോധത്തോടെയെങ്കിലും അംഗീകരിക്കാതിരിക്കുവാൻ കഴിയാതെ വന്നിരിക്കുന്നു. സത്യം പറയുന്നവരുടെ വായടുപ്പിക്കാൻ നടത്തുന്ന ഒരു പ്രവർത്തികളും ഇനി കേരള സമൂഹത്തിൽ നടക്കില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അത്യന്തം ഭീകരമായ ഈ മയക്കുമരുന്ന് വേട്ട അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ പ്രസ്താവന നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ മാപ്പ് പറയുകയാണ് വേണ്ടത്. ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഗോൾഡ് ജിഹാദ് തുടങ്ങിയ ദേശവിരുദ്ധ പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുവെന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും നടപടികൾ സ്വീകരിക്കുവാനും ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകണം. ഈ കൊച്ചു കേരളത്തിൽ എത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് എന്ന് ഉറപ്പാണ്. എന്നാൽ അതിൽ പിടിക്കപ്പെടുന്നത് 5% പോലും വരില്ല. പിടിക്കപ്പെട്ടാൽ തന്നെ അതിൽ സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഇതിന്റെ അവസാന കണ്ണികളെ പിടികൂടി അവർക്ക് ഈ സാധനം കൊടുത്തവർ ആരെന്ന് കണ്ടെത്തുകയോ ചെയ്യുകയുമില്ല. എല്ലാ മയക്കുമരുന്ന് കേസുകളിലും മുഖ്യസ്ഥാനത്ത് ഉണ്ടാകാറുള്ളവർ കേസ് കോടതിയിൽ എത്തും മുമ്പേ രക്ഷപ്പെടുത്തുന്നു. പകരം കോടതിയിൽ പ്രതികളായെത്തുന്നത് ഹിന്ദു ക്രിസ്ത്യൻ യുവാക്കളും പെൺകുട്ടികളും മാത്രമായിരിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയ മോഡലുകളായ പെൺകുട്ടികളുടെ അപകട മരണത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ലഹരി മാഫിയകളുടെ അത്യന്തം വിനാശകരമായ അഴിഞ്ഞാട്ടത്തിന് അധീനമായി ചീഞ്ഞഴുകിപ്പോകുന്ന നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ അന്തരീക്ഷത്തിന്റെ അത്യന്തം ഭീകരവും ദയനീയവുമായ അവസ്ഥ പൊതുസമൂഹം അറിഞ്ഞത്. രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ താരങ്ങളും സമൂഹത്തിലെ വമ്പൻ ബിസിനസ് മാഗ്നറ്റുകളും അണിനിരക്കുന്ന ലഹരി പാർട്ടിയിൽ വിദ്യാർത്ഥിനികളും മോഡലുകളും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായ ടീനേജ് പെൺകുട്ടികൾ അവരോടൊപ്പം നേരം പുലരും വരെ ആടിപ്പാടി സന്മാർഗിക സീമയുടെ സകല അതിരുകളും
വരമ്പുകളും ഭേദിച്ചുകൊണ്ട് ആർമാദിച്ച് ഉല്ലസിക്കുന്നതിന്റെ വിവരങ്ങൾ സംസ്കാര സമ്പന്നതയുടെ ഉന്നതങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് അഭിമാനിച്ചിരുന്ന കേരളത്തിന് അങ്ങേയറ്റം അപമാനകരവും ഭീതിജനകവുമാണ്. അതേക്കുറിച്ച് വ്യക്തമായ തെളിവുകളും ലഹരി പാർട്ടിയുടെ ശാസ്ത്രീയമായ വിശദാംശങ്ങളും ലഭിച്ചിട്ടും ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇരുട്ടിൽ തപ്പുന്നത്, അല്ലെങ്കിൽ അവരെ ഇരുട്ടിൽ നിർത്തി ഉഴലുമാറാക്കുന്നത് ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? കലവറ കൂടാതെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും അടിയന്തരമായ പ്രതിരോധ മാർഗങ്ങൾ പ്രാവർത്തികമാക്കുവാനും പ്രബുദ്ധരെന്ന് നടിക്കുന്ന കേരള സമൂഹം ആലസ്യം വിട്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ഈ തലമുറയോടും വരും തലമുറയോടും ചെയ്യുന്ന കടുത്ത അനീതിയും ഭീകരതയ്ക്ക് നൽകുന്ന നിശബ്ദമായ പിന്തുണയുമാണ്. മദ്യത്തേക്കാൾ സമൂഹത്തെ ഭീകരമായി നശിപ്പിക്കുന്ന യഥാർത്ഥ വില്ലൻ മയക്കുമരുന്ന് തന്നെയാണ്. അതിനെതിരെ നിശബ്ദത പാലിച്ചാൽ കേരളം മെക്സിക്കോയിലെ ചില പട്ടണങ്ങൾക്ക് തുല്യമാകും.